ഇന്നൊരു അടിപൊളി ചിക്കൻ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. പുറമേ നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ പോപ്കോൺ ആണ് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലും ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോപ്കോൺ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി പേസ്റ്റിന് പകരം ഗാർലിക് പൗഡർ ആണെങ്കിലും ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഒരു പകുതി നാരങ്ങയുടെ നീര്, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ പോവാണ്. അപ്പോൾ ഓവർനൈറ്റ് വെച്ചാലും നല്ലതാണ്. എത്രയും കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 6 മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ. ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത്. ഇപ്പോൾ ഇതൊരു 6 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവർ മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1.5 കപ്പ് ഇത് തികയില്ല, ഇനിയും വേണ്ടി വരും. അപ്പം ആവശ്യത്തിന് കുറച്ച് എടുത്തങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗാർലിക് പൗഡർ, അതായത് വെളുത്തുള്ളി ഉണക്കിയിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. ഇത് പുറത്ത് മേടിക്കാനും കിട്ടും, നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാനും പറ്റും. ഇതിപ്പോൾ ഹോം മെയ്ഡാണ്. 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഡ്രൈഡ് ഒറിഗാനോ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോയ്സ്ചർ വന്നിട്ട് നമ്മളുടെ കോട്ടിങ് അതിന് ക്രിസ്പായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിന് കോട്ട് ചെയ്യാം. ഒരു ചിക്കൻ പീസ് എടുക്കുക, അത് ഈ ഫ്ലോർ മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലോറിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ വെള്ളത്തിലേക്ക്, ഇത് നോർമൽ വാട്ടറാണ്, തണുത്തതും അല്ല ചൂടും അല്ല, സാധാരണ പച്ചവെള്ളം, അതിലേക്ക് ഒരു 5 സെക്കൻഡ് 5-6 സെക്കൻഡ് മാത്രം ഇടുക. അതിനുശേഷം വീണ്ടും ഈ ഫ്ലവർ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഈ ഫ്ലവർ ഇതിൽ കോട്ട് ചെയ്തെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്താൽ മാത്രമേ ഇതിൽ ക്രംസ് ക്രിയേറ്റ് ആവത്തുള്ളൂ. അല്ലാതെ ഇതിലേക്ക് ഓട്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഒന്നും തന്നെ ചേർക്കേണ്ട ഒരു കാര്യമില്ല. നല്ലപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രംസ് വരും. അപ്പോൾ ഇത് ഒരു 4 തവണ വരെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വീണ്ടും ഫ്ലവറിലേക്ക് ഇട്ട് വെള്ളത്തിലിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒറ്റ തവണ മാത്രമേ അങ്ങനെ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, ക്രംസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4-5 എണ്ണം ഒരുമിച്ചിട്ടും ചെയ്യാം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്നതിൽ എളുപ്പം 4-5 എണ്ണം ഒരുമിച്ചിട്ട് ചെയ്യുന്നതാണ്. അത് ഇതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് തന്നെ അങ്ങ് ഫോളോ ചെയ്താൽ മതി. കണ്ടോ, നന്നായിട്ട് ക്രംസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചൊന്ന് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓയിൽ നല്ല ചൂടായതിന് ശേഷം വേണം ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഓയിലിലേക്ക് ഈ പീസസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ ഉടനെ ഇളക്കൊന്നും ചെയ്യരുത്. അപ്പോൾ അതിന് ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊക്കെ, അതായത് ഈ ഇട്ട ഉടനെ ആ ഒരു സൈഡ് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ മറു സൈഡും ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് ക്യൂബ്സ് ആയിട്ട് ആയതുകൊണ്ടും ബോൺലെസ് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ സമയം എടുക്കത്തുള്ളൂ ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ഇടയ്ക്കെല്ലാം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറ് വരുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഡയറക്റ്റ് ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു സ്ട്രെയിനറിലോ അല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂണിലോ ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അടുത്തത് കൂടി ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ സെക്കൻഡ് ബാച്ച് അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ഫ്ലവർ നിറച്ച് ക്രംസ് വന്നു. അപ്പോൾ ഇങ്ങനെ ക്രംസ് അതിലിട്ട് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യരുത്. ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ മതി. അത് കളയേണ്ട ആവശ്യവും ഇല്ല. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മൈദയും പൊടികളും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പൊടിയിൽ ഒരുപാട് ക്രംസ് കിടന്നാൽ ചിക്കനിൽ ക്രംസ് ക്രിയേറ്റ് ആവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതവിടെ ചിക്കൻ എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടുള്ള നന്നായിട്ട് ക്രംസ് ഒക്കെ വന്നിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. സൗണ്ട് കേൾപ്പിക്കാം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇതിൻ്റെ പുറം വശം വന്നിട്ടുള്ളത്. നമ്മളാണ് അതിൽ കോൺഫ്ലോർ ഒന്നും ചേർത്തിട്ടുമില്ല. ഉള്ളിൽ നിന്ന് നല്ല സോഫ്റ്റുമാണ്, പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ റെഡിയാക്കാൻ പറ്റും. അപ്പോൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.